നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ആശങ്കയൊഴിയുന്നു, വിസ അപേക്ഷകൾ സ്വീകരിച്ചു തുടങ്ങിയ UAE. പ്രവാസികളെ വളരെയധികം ആശങ്കപ്പെടുത്തിയ നീക്കമായിരുന്നു ഒരു കമ്പനിയിൽ ഒരു രാജ്യത്ത് നിന്നുള്ള ജീവനക്കാർ 80% കൂടുതൽ പാടില്ലെന്ന് അറിയിച്ച് വിസ നിരസിക്കുന്ന UAEയുടെ നടപടി. ഈ നടപടി പ്രവാസികൾക്ക് വലിയ തിരിച്ചടിയുമായിരുന്നു. എന്നാൽ പ്രവാസികളുടെ ആശങ്ക ഒഴിയുകയാണ്. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യക്കാരുടെ വിസ അപേക്ഷകൾ വീണ്ടും സ്വീകരിച്ചു തുടങ്ങിയതായി കമ്പനികൾ അറിയിച്ചിരിക്കുകയാണ്. ജീവനക്കാരെ നിയമിക്കുമ്പോൾ ജനസംഖ്യാപരമായ വൈവിധ്യം ഉറപ്പാക്കണമെന്ന സന്ദേശമാണ് വിസ അപേക്ഷകൾ നിരസിക്കുമ്പോൾ മറുപടിയായി നേരത്തെ ലഭിച്ചിരുന്നത്. ഈ മാസം 19 പ്രാബല്യത്തിൽ വന്ന നിയമപ്രകാരമായിരുന്നു ഇത്. ഒരു കമ്പനിയിൽ ഒരു രാജ്യത്ത് നിന്നുള്ള ജീവനക്കാർ 80% കൂടാൻ പാടില്ലെന്നും 20% മറ്റു രാജ്യക്കാരെ നിയമിക്കണമെന്നുമായിരുന്നു വ്യവസ്ഥ. കൂടാതെ പുതിയതായി നിയമിക്കുന്ന 5 പേരിൽ ഒരാൾ വിദേശ രാജ്യത്ത് നിന്നുമായിരിക്കണം. തൊഴിലാളി അനുപാതത്തിൽ ഇളവ് നൽകിയോ എന്ന കാര്യത്തിൽ ഔദ്യോഗിക വിശദീകരണം നൽകിയിട്ടില്ലെങ്കിലും ഇന്ത്യ ഉൾപ്പെടെയുള്ള എല്ലാ രാജ്യങ്ങളുടെയും വിസ അപേക്ഷകൾ സ്വീകരിച്ചു തുടങ്ങിയതായി കമ്പനികൾ വ്യക്തമാക്കിയിരിക്കുകയാണ്. ഒരു രാജ്യത്ത് നിന്നുള്ള ജീവനക്കാർ ഒരു കമ്പനിയിൽ കൂടുതലായി കാണപ്പെടുന്നതിനാൽ അത്തരം കമ്പനികൾക്ക് ആ രാജ്യത്ത് നിന്ന് തന്നെ വീണ്ടും വിസ അനുവദിക്കുന്നത് നിയന്ത്രിച്ചതായി UAE മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇത്തരം വിസ അപേക്ഷകൾ നിരസിച്ചുകൊണ്ടുള്ള പോപ്പ് സന്ദേശങ്ങളും ലഭിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ തടസ്സമില്ലാതെ വിസ പാസ്സാകുന്നുണ്ട്. തൊഴിലിടങ്ങളിലെ വൈവിധ്യം വളർത്തിയെടുക്കുന്നതിനാണ് ആകെ തൊഴിലാളികളിൽ 20% വിവിധ രാജ്യക്കാർ ആവണമെന്ന നിയമം UAE മാനവ വിഭവശേഷി മന്ത്രാലയം കൊണ്ടുവന്നത്. 20% വൈവിധ്യം കൈവരിച്ചാൽ തുടർന്നുള്ള 80% വിസകളിൽ കമ്പനികൾക്ക് ഏത് രാജ്യത്ത് നിന്നും റിക്രൂട്ട്മെന്റ് നടത്താമെന്നായിരുന്നു വ്യവസ്ഥ. എല്ലാ രാജ്യക്കാർക്കും ഈ നിയമം ബാധകമായിരുന്നു. UAEയിൽ 38.9 ലക്ഷം ഇന്ത്യൻ പ്രവാസികളുണ്ട്. ഇത് രാജ്യത്തെ മൊത്തം ജനസംഖ്യയുടെ 37.96% വരും. എല്ലാ രാജ്യങ്ങൾക്കും നിയമം ഒരുപോലെ ബാധകമാണെങ്കിൽ ഇന്ത്യക്കാരെ ആയിരിക്കും ഇത് കൂടുതൽ ദോഷകരമായി ബാധിക്കുകയെന്ന് വിലയിരുത്തപ്പെട്ടിരുന്നു. ഫ്രീ സോൺ കമ്പനികൾ, അതുപോലെ വീട്ടുജോലിക്കാർ, നിക്ഷേപകർ, പങ്കാളി വിസ എന്നീ വിസകൾക്ക് ഈ നിബന്ധന ബാധകമായിരുന്നില്ല. പാകിസ്ഥാൻ, ബംഗ്ലാദേശ് എന്നിവയുൾപ്പെടെ ചില ദക്ഷിണേന്ത്യൻ രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് തൊഴിൽ വിസ ലഭിക്കാനാണ് പുതിയ നിയന്ത്രണം കൊണ്ടുവന്നതെന്ന തരത്തിൽ സാമൂഹിക മാധ്യമങ്ങളിൽ വ്യാജ പ്രചാരണവും നടന്നിരുന്നു. എന്നാൽ നിയന്ത്രണം എല്ലാ രാജ്യക്കാർക്കും ബാധകമാണെന്നും ഒരു രാജ്യക്കാർ മാത്രമായി ഒരു സ്ഥാപനത്തിൽ കേന്ദ്രീകരിക്കുന്നത് ഒഴിവാക്കാനാണ് ഈ നിബന്ധനയെന്നും പ്രാദേശിക മാധ്യമങ്ങൾ വ്യക്തമാക്കുകയായിരുന്നു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.